ഹലോ, വെൽക്കം ബാക്ക് ടു ഫാമിലി പ്ലാനറ്റ് ടോക്സ്. ജീവിതത്തിൽ നമ്മൾ കുറെ കഷ്ടപ്പെട്ടാലേ ഏതെങ്കിലും ഒരു നല്ല പൊസിഷനിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. ആ ഒരു കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന പെൺകുട്ടിയാണ് ബ്യോൻ മിറേ. അവളും അവളുടെ അമ്മയും അനിയനും പിന്നെ ഒരു പട്ടിക്കുട്ടിയും അടങ്ങുന്ന ഒരു കുഞ്ഞു ഫാമിലിയാണ്. ആ ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവള്. ഇനി മുതൽ നമ്മൾ കാണാൻ പോകുന്നത് റൊമാൻസ് ഇൻ ദ ഹൗസ് എന്ന് പറയുന്ന ഓൺ ഗോയിങ് ആയിട്ടുള്ള ഡ്രാമയാണ്. രാവിലെ തന്നെ ജോഗിങ് ചെയ്യുന്ന നമ്മുടെ നായികയായ ബ്യോൻ മിറേ കാണിച്ചുകൊണ്ടാണ് ഈ ഡ്രാമ തുടങ്ങുന്നത് തന്നെ. ഒരു നിമിഷം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുറെ വർക്കേഴ്സ് എല്ലാം നല്ല ക്ഷീണിച്ച് അവളുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. അവളും അത് മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിലും എവിടെയുണ്ടൊക്കെ ഒരു പന്തികേട് പോലെ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് എടി എണീക്കെടി എന്ന് പറഞ്ഞ് ബാക്കിൽ നിന്നൊരു വോയിസ് കേൾക്കുന്നത്. അവൾ വർക്കിന് പോകാൻ ലേറ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ അമ്മയാണ് ഇപ്പൊ വിളിച്ചുണർത്തിയിരിക്കുന്നത്. അവളെ എല്ലാ കാര്യത്തിലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്വീറ്റ് ആയിട്ടുള്ള അമ്മയാണ് ഗം എയോൺ. മിറയാണെങ്കിൽ ഇങ്ങനെ ഓവർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ചെറിയ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒന്ന് ചെറുതായിട്ട് മയങ്ങും. അങ്ങനെ വർക്കിനെത്തി കഴിയുമ്പോൾ അവരുടെ സിഇഒ അവിടെ വിസിറ്റ് ചെയ്യാൻ എത്തുന്നെന്ന് അറിയുമ്പോൾ തന്നെ അവളുടെ ഉറക്കം പമ്പ അടക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ എയോൺ, അതായത് നമ്മുടെ മിറയുടെ അമ്മ, അവരും വർക്കിന് പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങുമ്പോഴാണ് അവിടെ മഴ പെയ്യും എന്നിങ്ങനെ റേഡിയോയിൽ ഒരു ന്യൂസ് കേൾക്കുന്നത്. ഇതേ സമയം അവരുടെ ആ ഒരു വില്ലയുടെ ഓണറും അയാളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കിയോ നല്ല വെതർ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ ഡോറിന് വന്ന് കൊട്ടുന്നത്. പുറത്തേക്ക് ഇറങ്ങിയ അയാളും എനിക്ക് ഈ വില്ല വിൽക്കാൻ താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് തുറക്കുന്നുണ്ടെങ്കിലും ആ വന്ന ആള് അകത്തേക്ക് കയറുകയാണ്. ഇപ്പൊ അടുത്ത രംഗത്തില് സിഇഒ ഓരോരുത്തരുടെയും വർക്ക് ഒക്കെ ചെക്ക് ചെയ്ത് അവരെയൊക്കെ ആവശ്യത്തിന് വഴക്കും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മിറയുടെ വർക്ക് ചെക്ക് ചെയ്യുമ്പോഴാണ് എയോണിനെ അവിടെ കാണിക്കുന്നത്. കാരണം മിറയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പിനായിട്ടും എയോണും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എയോണിന്റെ കയ്യിൽ നിന്ന് എല്ലാവരും ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെ നല്ല സെയിൽസും നടക്കുന്നുണ്ട്. ഇത് കണ്ട സിഇഒ ആവശ്യത്തിന് ഇംപ്രസ്ഡ് ആണ്. അങ്ങനെ മിറയും അവളുടെ വർക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സിഇഒക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ സിഇഒ പോകുന്നതിന്റെ മുന്നേ വരെ നമ്മുടെ മിറ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് താഴെ വീഴാതെ നോക്കാനായിട്ട്. കാരണം അവൾക്ക് നല്ല രീതിയിൽ തലകറക്കവും ക്ഷീണവും ഒക്കെ തന്നെ ഉണ്ട്. അധികം വൈകാതെ തന്നെ അവൾ തലയിറങ്ങി വീഴുകയാണ്. അവളുടെ അമ്മയെ എയോണും അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാതെ ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അവൾ ബാക്കില് ഒരു പയ്യൻ എടുത്തോണ്ട് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അവളും തലയിറങ്ങി വീണത് കൊണ്ട് തന്നെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. അവൾ എണീറ്റ് നോക്കുമ്പോൾ അവിടെ ഒരു പയ്യൻ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നീ തലയിറങ്ങി വീഴുന്ന ഓവർ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ ട്രിപ്പൊക്കെ തീർന്നിട്ട് പോയാൽ മതി എന്നാ ഡോക്ടർ പറഞ്ഞത് എന്ന് പറയാണ്. ഇവന്റെ പേരാണ് നം തേപ്യോങ്. ഇതാണ് നമ്മുടെ കഥയിലെ നായകൻ. ഇവൻ ആ സൂപ്പർ മാർക്കറ്റിലെ സെക്യൂരിറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ തേപ്യോങ്ങും അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പെട്ടെന്ന് തന്നെ അവർക്കൊരു കോള് വരുന്നത്. അവര് താമസിക്കുന്ന വില്ലയില് തീ പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കോള് വരുന്നത്. ഇത് കേട്ട ഉടനെ തന്നെ അവൾ ഇറങ്ങി ഓടുകയാണ്. സിസ്റ്റർ ആണെങ്കിൽ എവിടെ നീ ഓടിപ്പോകുന്നത്, നീ പൈസ അടയ്ക്കാതെ അങ്ങനെ ഒന്നും പൊയ്ക്കൂടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവളൊന്നും അതൊന്നും കേൾക്കാതെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഈ വിവരം അറിഞ്ഞ് എയോണും മിറയും ടെൻഷൻ അടിച്ച് അങ്ങോട്ടേക്ക് ചെല്ലാണ്. നമ്മൾ എന്തായിരിക്കും ആദ്യം നിരീക്ഷിക്കേണ്ടത്, എന്റെ ലാപ്ടോപ്പ് ആണോ അതോ നമ്മുടെ TV ആണോ എന്നിങ്ങനെ ചിന്തിച്ചിട്ട് രണ്ടുപേരും ഒരുമിച്ച് പറയാണ്, അയ്യോ നമ്മുടെ കുഞ്ഞ് എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നുണ്ടെങ്കിലും അകത്തേക്ക് കടത്തി വിടുന്നില്ല. അതേസമയം സൈഡിൽ നമ്മുടെ മിറയുടെ അനിയൻ ഹെൻജെ കരഞ്ഞുകൊണ്ട് അവിടെ നിപ്പുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും അടുത്തേക്ക് ഓടി എന്റെ കുഞ്ഞെ എന്ന് പറഞ്ഞ് ഓടി ചെന്ന് അവന്റെ കയ്യിരിക്കുന്ന പപ്പിക്കുട്ടിയെ മേടിക്കാണ്. ഓ എന്റെ കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ, സമാധാനമായി എന്നൊക്കെ പറഞ്ഞ് അവരും നിൽക്കുമ്പോഴാണ് നമ്മുടെ ഹെൻജെ ചോദിക്കുന്നത്, അപ്പൊ നിങ്ങൾക്ക് എന്നെ പറ്റിയിട്ട് ഒരു ചിന്തയില്ലേ, ഞാന് നിങ്ങളുടെ മോനല്ലേ, നിങ്ങളുടെ കുഞ്ഞ് ഞാനല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ വില്ലയിൽ നിന്നും ഒരാളെ ഇങ്ങനെ വെള്ള പതപ്പിച്ച് കൊണ്ടുവരുന്നത്. അത് ആ വില്ലയുടെ ഓണറാണ്. അദ്ദേഹം മരിച്ചു പോയിരിക്കുകയാണ്. ഇപ്പോ മോർണിംഗില് വളരെ നോർമൽ ആയിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോഴാണ് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിസിറ്റർ അവിടെ എത്തിയത്. അതിനുശേഷമാണ് ഈ തീപിടുത്തം സംഭവിച്ചത്. ആ വ്യക്തിയും ഈ തീപിടുത്തവും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ കാണുമോ? അതുമാത്രമല്ല ഈ വില്ലയിലുള്ള പലർക്കും ഇപ്പൊ ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. 302 എന്ന് പറയുന്ന ഓണർ താമസിച്ചിരുന്ന ആ ഒരു അപ്പാർട്ട്മെന്റ് മാത്രമാണ് കത്തിയത്. അപ്പോ ഇത് ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തത് തന്നെയാണോ എന്ന് കുറച്ചു പേർക്കൊക്കെ ഡൗട്ട് ഉണ്ട്. ഇപ്പോ ഇതിനിടയിൽ പെട്ടെന്നൊരു കോള് വരികയാണ്. ഇവളുടെ പേരാണ് ജിയോങ്. ജിയോങ് 301 എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. അവള് ഒരു ബ്യൂട്ടി പാർലർ നടത്തുകയാണ്. ഇപ്പൊ ഇവരുടെ കോളിനകത്ത് പറയുന്നത് ഇവർക്ക് പുതിയൊരു ഓണർ വന്നിരിക്കുകയാണ്. പക്ഷെ അത് ആ മരിച്ച വ്യക്തിയുടെ മകളല്ല, പകരം മറ്റൊരു വ്യക്തിയാണ്. അത് മാത്രമല്ല ഈ പുതിയ ഓണർ ആണെങ്കിൽ അത് ക്യാഷ് ആയിട്ടാണ് പേ ചെയ്ത് വാങ്ങിച്ചിരിക്കുന്ന സ്ഥലം. അടുത്ത രംഗത്തിൽ കാണിക്കുന്നത് ആ അപ്പാർട്ട്മെന്റ് സൈഡിലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് തീപ്പെട്ടി കൊള്ളികൾ കിടക്കുന്നതാണ്. ഇപ്പൊ റിയൽ എസ്റ്റേറ്റിൽ നിന്നും നമ്മുടെ ജിയോങ്ങും എയോണും പിന്നെ 201 താമസിക്കുന്ന ജിൻ ഹി എന്ന് പറയുന്ന വ്യക്തിയെയും വിളിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത രംഗത്തിൽ കാണിക്കുന്നത് നമ്മുടെ മിറയാണ്. നമ്മുടെ ഹെൻജെ ആണെങ്കിൽ അവളെ കോൾ ചെയ്തിട്ട് പറയുന്നുണ്ട്, ഈ വീക്കെൻഡില് നീ ഫ്രീ ആണോ എന്ന്. കാര്യം എന്താന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, അച്ഛൻ മരിച്ചിട്ട് 1 വർഷമായി എന്ന് പറയുമ്പോഴേ ഞാൻ ഫ്രീ അല്ല എന്ന് അവള് പറയുകയാണ്. ഇപ്പൊ നമ്മുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. നമ്മുടെ മിറ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവളുടെ അച്ഛനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിട്ടത്. ബാഗൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ അച്ഛന്റെ ഫ്രണ്ടിലെ മുഖത്ത് നോക്കി അവൾ പറയുന്നുണ്ട്, എനിക്ക് ഇനി മുതൽ അച്ഛനില്ല, നിങ്ങൾ മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക്
വീട്ടിലേക്ക് കയറി പോവുകയാണ്. അടുത്തത് ഒരു വർഷം മുന്നേ ഉള്ള കഥയാണ് കാണിക്കുന്നത്. ന്യൂസ് കാണുമ്പോൾ അതിനകത്ത് പെട്ടെന്ന് ഒരു ആക്സിഡന്റിനെ പറ്റിയിട്ട് കാണിക്കുകയാണ്. ആ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത് ഒരു വണ്ടിയും കാണിക്കുന്നുണ്ട്. അത് അവരുടെ അച്ഛന്റെ വണ്ടിയാണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഹ്യോൻജയും ആന്റിയെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് ആന്റിയും പറയുന്നത് ഇനി മുതൽ നിനക്ക് അച്ഛനില്ല, നിന്റെ അച്ഛൻ മരിച്ചുപോയെന്ന്. ഈ ന്യൂസ് അറിഞ്ഞ് ഏയോണും വളരെ ഷോക്ക് ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രസന്റില് നമ്മുടെ ഏയോണിനെ കാണിക്കുകയാണ്. ഇവരും ആ പുതിയ ഓണറിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇപ്പോ ഇവരെ വിളിപ്പിച്ച എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മൂന്നുപേരുടെയും കോൺട്രാക്ട് ആണ് ആ വില്ലയുമായിട്ട് അവസാനിക്കാറായിരിക്കുന്നത്. ഇപ്പൊ ഓണറിന് താമസിക്കാനും വേണ്ടിയിട്ട് ഒരു വില്ല വേണം. പക്ഷേ എന്നാൽ 302 താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവര് മൂന്നുപേരിൽ ആരെങ്കിലും ഒരാള് മാറി കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ എന്നാൽ പഴയ ഓണറിനോട് ഇവർ 2 വർഷത്തേക്ക് കൂടി കോൺട്രാക്ട് പുതുക്കുന്നതിനെ പറ്റിയിട്ട് സംസാരിച്ചിരുന്നു എന്ന് ഏയോൺ പറയുകയാണ്. അങ്ങനെ അവിടെ നിന്ന് മാറാതിരിക്കാനും വേണ്ടിയിട്ട് ഇവര് മൂന്നുപേരും ഓരോ എക്സ്ക്യൂസസ് ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഏയോണിന് മാറി താമസിക്കാൻ മറ്റൊരു സ്ഥലത്തിന് കൊടുക്കാനുള്ള പൈസ ഇല്ല. വർക്ക് കഴിഞ്ഞ് സ്ട്രെസ് അടിച്ചു വരുന്ന മിറയോട് ഈ കാര്യം ഹ്യോൻജെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് അവ സമ്മതിക്കുന്നില്ല. അടുത്ത ദിവസം ഏയോൺ ആണെങ്കിൽ അടിപൊളിയായിട്ട് ഒരു സീക്രട്ട് ഏജന്റിനെ പോലെയൊക്കെ ഡ്രസ് ചെയ്തിട്ട് പഴയ ഓണറിന്റെ മകളെ കാണാനും വേണ്ടിയിട്ട് പോവാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ കോൺട്രാക്ട് റിന്യൂ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് അങ്ങോട്ട് എടുത്തു കൊടുത്തിട്ട് അത് സൈൻ ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും പക്ഷെ അവൾ അതിന് സമ്മതിക്കുന്നില്ല. കാരണം അവൾ ഓൾറെഡി ആ ഒരു ബിൽഡിങ് വിറ്റ് കഴിഞ്ഞു. നിനക്ക് എങ്ങനെ ആ ബിൽഡിങ് ഇത്ര പെട്ടെന്ന് വിൽക്കാൻ കഴിഞ്ഞു, നിനക്ക് പൈസയാണോ എല്ലാം എന്ന് ചോദിച്ച് നമ്മുടെ ഏയോണും തേശിക്കുമ്പോഴാണ് പെട്ടെന്ന് അവരും കരയുന്നത്. അവർക്കാണെങ്കിൽ ഓൾറെഡി നല്ല ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിലാണ് അവളുടെ അച്ഛൻ മരിച്ചത്. അങ്ങനെ ആ ബിൽഡിങ് അവരുടെ പേരിലായപ്പോ ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറയുന്ന ഒരു ടാക്സ് അടയ്ക്കണം. അതിന് കൂടി പൈസ ഇല്ലാത്തത് കൊണ്ടും പെട്ടെന്ന് ഇപ്പോഴത്തെ പുതിയ ഓണറിന്റെ കയ്യിൽ നിന്നുള്ള ആ ഒരു ഓഫർ വന്നപ്പോ അവൾ അത് സ്വീകരിക്കുകയല്ലാതെ മറ്റു മാർഗം ഇല്ലാത്തത് കൊണ്ടുമാണ് അങ്ങനെ വിറ്റത് എന്നൊക്കെ പറഞ്ഞ് കുറെ കരയാണ്. തിരിച്ചു വന്ന് ഈ കാര്യങ്ങളൊക്കെ ജിയോങ്ങിനോട് പറയുമ്പോൾ നമ്മുടെ ജിയോങ് ഒരു കാര്യം കാണിച്ചു കൊടുക്കാണ്. അവളാണെങ്കിൽ അവളുടെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് ഒക്കെ എടുത്തിട്ട് ആ ഒരു ഓണറിന് സെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇവിടെ താമസിച്ചോട്ടെ പ്ലീസ് എന്നൊക്കെ ചോദിച്ച്. അങ്ങനെ അയാളും അതിന് എഗ്രി ചെയ്യാണ്. ഇത് കണ്ട് നമ്മുടെ ഏയോണും ടോട്ടലി സർപ്രൈസ് ആയിട്ടിരിക്കുകയാണ്. അതേസമയം മറ്റൊരിടത്ത് ജിൻഹെ ആണെങ്കിൽ അവരുടെ കൊച്ചുമകനെ കൊണ്ട് കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ വരപ്പിച്ച് അയാൾക്ക് വേണ്ടിയിട്ട് അയക്കാനും വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ ഏയോണും ഞാൻ വേറൊരു മാർഗമില്ല, ഇനി എന്റെ സിമ്പതി കാർഡ് എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് നേരെ തന്നെ വീട്ടിൽ പോയിരുന്നിട്ട് ഓണറിനെ വിളിച്ച് കരച്ചില് തുടങ്ങുകയും അവളുടെ കഥകൾ പറയുകയും ചെയ്യാണ്. അവള് ഭയങ്കര സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു വിധവയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു മകളുണ്ട്, ഭയങ്കര ഓവർ വർക്ക് ചെയ്യുകയാണ്, അവള് കുഴഞ്ഞു വരെ വീണു എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണ് നമ്മളെ മറ്റൊരു കാര്യങ്ങൾ കാണിക്കുന്നത്. ഇവരെ കാണാൻ വന്ന വ്യക്തിയല്ല ഓണർ, മറ്റൊരു വ്യക്തിയാണ്. ഈ വന്ന വ്യക്തി റിയൽ ഓണറിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് മാത്രമായിരുന്നു എന്ന്. ഇപ്പൊ നമ്മുടെ മിറയെ കാണിക്കാണ്. അവൾ അവളുടെ 2 ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയമാണ് അവൾക്കൊരു മെസ്സേജ് വരുന്നതും പെട്ടെന്ന് തന്നെ അവളെ ഫ്രണ്ട്സ് ആ ഫോൺ എടുക്കുന്നതും എടി ഇപ്പോഴും ഇവൻ നിനക്ക് മെസ്സേജ് അയക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ആ മെസ്സേജ് അവൾ ഉറക്കെ വായിക്കുന്നത്. ഈ മെസ്സേജ് ഒക്കെ നമ്മുടെ മിറയുടെ എക്സിന്റെ അടുത്തുനിന്നാണ്. അവൾ ഓൾറെഡി അവനോട് ബ്രേക്കപ്പ് പറഞ്ഞു. പക്ഷെ അവന് ഇതുവരെയും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് വീണ്ടും ഇങ്ങനെ ഓരോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഡേറ്റ് ചെയ്ത് തുടങ്ങി 100ാമത്തെ ദിവസമായപ്പോഴേക്കും അവന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല അവൻ ടോട്ടലി ഒരു അമ്മയുടെ മകനായിരുന്നു. അമ്മ പറയുന്നത് മാത്രം ചെയ്ത് അമ്മ പറയുന്നത് മാത്രം കേട്ട് നടക്കുന്ന ഒരു കുഞ്ഞു വാവ പോലെ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുമ്പോഴാണ് മിറയും അവളുടെ അമ്മ അച്ഛന് വേണ്ടിയിട്ടുള്ള ചടങ്ങിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുന്നത്. എന്തോ അമ്മ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഏയോണും പറയുന്നുണ്ട് അച്ഛന്റെ ഓർമ്മ ദിവസമല്ലേ, ഞാനിത് ഒരു വട്ടമെങ്കിലും ചെയ്തോട്ടെ എന്ന് പറയുകയാണ്. ഒരു വട്ടമല്ല 2 വട്ടമല്ല, എന്തായാലും അയാള് നമുക്ക് ഒരു സ്ട്രേഞ്ചർ ആണ് എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോവുകയാണ്. ഏയോണും മിറയ്ക്കും തമ്മിൽ ഒരു നല്ല ബോണ്ടിങ് ആണുള്ളത്. അച്ഛൻ ഇല്ലാത്ത സമയത്ത് ഏയോൺ ആയിരുന്നു അവളുടെ വണ്ടർ വുമൺ. എന്ത് കാര്യത്തിനും അമ്മയെന്ന് വിളിക്കുമ്പോ തന്നെ അടുത്തേക്ക് ഓടിയെത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. അവളിപ്പോ കഷ്ടപ്പെട്ട് ഈ ഓവർ വർക്ക് ചെയ്യുന്നതൊക്കെ അവളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ മിറയോടും നമ്മുടെ ഏയോൺ സംസാരിച്ച് ഫൈനലി അവളെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് ഈ ഒരു സർവീസ് ചെയ്യിക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ 3 പേരും ചടങ്ങ് നടത്തുകയാണ്. അധികം വൈകാതെ തന്നെ ഏയോൺ ആണെങ്കിൽ നിലവിളിച്ച് കരയും ചെയ്യുന്നുണ്ട്. എന്തോ അമ്മയെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് അവരും പറയുന്നത് ഇങ്ങനെ വേണം നമ്മൾ ആത്മാവിന് ശാന്തി കൊടുക്കാൻ എന്ന് പറഞ്ഞ് ഹ്യോൻജയോടും അവളുടെ കൂടെ കരയാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ അവനും കൂടെ കരയാണ്. ഈ സമയം താഴെ ഒരു കാറില് ആരോ വന്ന് ഇറങ്ങുന്നതും കാണിക്കുന്നുണ്ട്. മുകളിൽ നിന്ന് എന്റെ അമ്മേ എന്റെ ദൈവമേ എന്നൊക്കെ പറയുന്ന കരച്ചിലും കേൾക്കുന്നുണ്ട്. അങ്ങനെ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ബ്യോൺ മൂജിൻ എന്ന് പറയുന്ന അവളുടെ ഹസ്ബൻഡിനോട് കുറച്ച് വാക്കുകൾ അവൾ പറയുകയാണ്. നിങ്ങൾ മരിച്ചപ്പോ എനിക്ക് അവിടെ എത്താൻ സാധിച്ചില്ല. നിങ്ങൾ ഉണ്ടായിരുന്ന സമയത്തെക്കാളിലും നല്ല രീതിയിലാണ് ഞങ്ങളിപ്പോ ജീവിക്കുന്നത്. എല്ലാ സങ്കടങ്ങളും മാറ്റിവെച്ച് എല്ലാ റിഗ്രറ്റുകളും മാറ്റിവെച്ച് ഈ ഭൂമിയിൽ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കരുത് എന്ന് പറയുകയാണ്. ഈ സമയമാണ് അവരുടെ പട്ടിക്കുട്ടിയായ മെഡല് കിടന്ന് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടാക്കുന്നത്. ഇത് കണ്ട ഏയോണും ആത്മാക്കളെ കണ്ടു കഴിഞ്ഞാൽ ഇവറ്റകൾക്ക്
മനസ്സിലാക്കാൻ പറ്റൂന്നൊക്കെ പറയാറുണ്ട്. ഇനി എന്തായാലും ആത്മാവ് പെട്ടെന്ന് ഇവിടുന്ന് തന്നെ പോകുമല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ ഹ്യോൻജി തിരിഞ്ഞു നോക്കുന്നത്. ആ സമയം അവിടെ ആരോ നിൽക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അവന് ഞെട്ടുകയാണ്. എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ഇവിടെ യഥാർത്ഥത്തില് പ്രേതം വന്നെന്നാ തോന്നുന്നത്. അങ്ങനെ ഏയോണും മിറയും അവിടെ നിൽക്കുന്ന ആളെ കാണുമ്പോഴാണ് ഇവര് 3 പേര് ഷോക്കായിട്ട് നിൽക്കുന്നത്. കാരണം വന്നിരിക്കുന്ന ആള് മറ്റാരും തന്നെയല്ല, ഇവരുടെ മരിച്ചുപോയ ബ്യോൺ മൂജിൻ എന്ന് പറയുന്ന ഏയോന്റെ ഹസ്ബൻഡാണ്. ഈ ഷോക്കിൽ നമ്മുടെ ഏയോണം ഒന്ന് വീഴാൻ പോകുമ്പോ പെട്ടെന്ന് തന്നെ ബ്യോൺ മൂജിൻ ഓടി വന്ന് അവളെ പിടിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം അവരവിടെ അങ്ങനെ നിൽക്കുകയാണ്. ആ സമയമാണ് പെട്ടെന്ന് അവളുടെ ഫ്രണ്ടിൽ വന്ന ആ ഓണർ വരുന്നത്. നിങ്ങൾ ഇവിടെയാണോ താമസിക്കുന്നതെന്ന് ബ്യോൺ മൂജിൻ അവരോട് ചോദിക്കുമ്പോ നിങ്ങൾ എന്തിനാ അത് ചോദിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഏയോണിനോട് അയാൾ പറയുന്ന ഉത്തരം, ഞാനാണ് ഈ വില്ലയുടെ പുതിയ ഓണർ എന്ന്. ഇത് കേട്ട് ഇവര് 3 പേരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അതോടുകൂടിയിട്ട് ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുകയാണ്. വർഷങ്ങൾക്ക് മുന്നേ ഇവർ ഇറക്കി വിട്ട ഇവരുടെ അച്ഛൻ, അതും 1 വർഷം മുന്നേ മരിച്ചുപോയെന്ന് കരുതിയ വ്യക്തി ഇപ്പൊ ജീവനോട് തിരിച്ചു വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ഇവര് ഇവിടെ താമസിക്കുകയാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു റിവെഞ്ചിന് വേണ്ടി വന്നതാണോ, അതോ അറിയാതെ തന്നെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് വന്നതാണോ? പഴയ ഓണറിന്റെ മരണത്തിന് പിന്നില് പുതിയ ഓണറിന് എന്തെങ്കിലും പങ്കുണ്ടോ? ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത് തന്നെ ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ നമ്മളെ മുന്നിലേക്ക് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിനെല്ലാം ഉത്തരം അടുത്ത എപ്പിസോഡുകളിൽ കിട്ടും. ഈ ഡ്രാമ നിങ്ങൾക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഡ്രാമയുടെ ഒരു ചെറിയ പ്രത്യേകത കൂടിയുണ്ട്. 3 K-pop ഐഡൽസ് ഈ ഡ്രാമയിൽ അഭിനയിക്കുന്നുണ്ട്. 3 പേർക്കും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾസ് ആണ്. ഷൈനി എന്ന് പറയുന്ന ഗ്രൂപ്പിലെ മിൻഹോ ആണ് നമ്മുടെ നായകനായ നം തേപ്പിയങ് ആയിട്ട് അഭിനയിക്കുന്നത്. പിങ്ക് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ മെമ്പർ ആയിരുന്ന സൊൻ നാവനാണ് നമ്മുടെ നായികയായ ബ്യോൺ മിറയുടെ വേഷം ചെയ്യുന്നത്. പിന്നീട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഗ്രൂപ്പാണ് ആസ്ട്രോ. ആസ്ട്രോയിലെ സൻഹയാണ് നമ്മുടെ ബ്യോൺ മിറയുടെ അനിയന്റെ വേഷം ചെയ്യുന്നത്. ഇവരെ 3 പേരെയും അറിയാവുന്ന ഇവരുടെ ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യണം. അപ്പോൾ അടുത്ത എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ ഡ്രാമ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി റിലേറ്റീവ്സും എല്ലാവരും കണ്ടിരിക്കാനും വേണ്ടിയിട്ട് അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ബട്ടണും ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ, താങ്ക് യു.